രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും നിമിഷയും കുഞ്ഞാവയും കൂടെ മൃഗാശുപത്രിയിൽ പോകാട്ടോ. പോണ വഴിക്ക് ഒരു രണ്ടാളുകൾക്ക് മുട്ട കൊടുക്കാനുണ്ട്. രണ്ടാൾക്കും കൊടുക്കാനുള്ള മുട്ട കവറിൽ കെട്ടിയിട്ട് ബാഗിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ നേരെ മൃഗാശുപത്രിക്ക് പോണത്. വീട്ടിൽ കുറച്ച് കോഴികളും അതുപോലെ തന്നെ ഒരു പശു ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു 15 ദിവസം കൂടുമ്പോഴൊക്കെ ഞങ്ങളുടെ നാട്ടിലെ മൃഗാശുപത്രിയിൽ പോകാറുണ്ട് കേട്ടോ. പോത്തുകല്ല് പഞ്ചായത്തിൽ ഉപ്പട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ മൃഗാശുപത്രി ഉള്ളത്. അങ്ങനെ നിമിഷം നേരെ കയറി ചെന്നിട്ട് ഒരു OP ചീട്ട് എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഡോക്ടർ റൂമിലേക്ക്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡോക്ടർ അല്ല കേട്ടോ പ്രാവശ്യമുള്ളത്. വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡോക്ടർ ചാർജ് എടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ അധികം ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടറോട് ഒരുപാട് നേരം സംസാരിച്ചു കേട്ടോ. കോഴി വളർത്തലിനെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നു കേട്ടോ. അതുപോലെ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത 2-3 മരുന്ന് പുറത്തേക്ക് എഴുതി തരുകയും ചെയ്തു. അതേപോലെ ഈ മരുന്നൊഴിച്ചിനെ ചേച്ചിയാണെങ്കിൽ ഫുൾ ടൈം ഹാപ്പി കേട്ടോ. ഭയങ്കര ചിരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് മരുന്നൊക്കെ തന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിക്ക് കേട്ടോ. വിരയ്ക്കുള്ള മരുന്ന്, അതുപോലെ തന്നെ കോഴികളിലെ കുരിപ്പിന് ബോറിക് ആസിഡ്, കോഴികളുടെ പ്രതിരോധ ശേഷിക്കുള്ള ഗ്രോവിപ്ലക്സ്, അങ്ങനെ കുറച്ച് സപ്ലിമെന്റുകൾ പുറത്തുനിന്നും വാങ്ങിട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കോഴിയാണെങ്കിൽ ഈ ഗ്രോവിപ്ലക്സ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഗ്രോവിപ്ലക്സ് അവൈലബിൾ ആണ്. പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. പിന്നെ രാവിലെ ചായ കൂടി കഴിഞ്ഞ് ഇറങ്ങിയോണ്ട് തന്നെ ഉച്ചത്തേക്കുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നേരെ കുടുംബശ്രീ ചേച്ചിമാരുടെ ജനകീയ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.